വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവ് സൃഷ്ടിച്ച ദുരന്തമാണ്. ആ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിലെല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് അവർക്ക് കൈത്താങ്ങായി മാറുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ദുരന്തബാധിതരുടെ പുനരധിവാസം സർക്കാർ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിൽ ലഭ്യമാക്കാൻ ടൂറിസം വകുപ്പ് ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്ന വിവരം അറിയിക്കുകയാണ്. ദുരന്തത്തിൽ അകപ്പെട്ട് തൊഴിലും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടവരിൽ നിന്നും ആദ്യഘട്ടത്തിൽ 30 പേരെ കണ്ടെത്തി അവർക്കാവശ്യമായ പരിശീലനം ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഉത്തരവാദിത്ത ടൂറിസം സൊസൈറ്റി വഴി നൽകിക്കൊണ്ടാണ് തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൊവനിയർ, കരകൗശല വസ്തു നിർമ്മാണം, കമ്മ്യൂണിറ്റി ടൂർ ലീഡർ, ടൂർ ഗൈഡ് തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലനം നൽകും. വിദഗ്ധരായ ഏജൻസികളെ കൊണ്ടോ കഴിവ് തെളിയിച്ച പുത്തൻ ആശയങ്ങളുള്ള വിദഗ്ധരെ കൊണ്ടോ ആണ് പരിശീലനം നൽകുക. പ്രാദേശിക ജനതയെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമാക്കുന്നതിനായി ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സംസ്ഥാനത്താകെ നിരവധി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. കേരളത്തിലാകെ 25,108 ഉത്തരവാദിത്ത ടൂറിസം യൂണിറ്റുകൾ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1 ലക്ഷത്തോളം കുടുംബങ്ങളുടെ വരുമാന മാർഗമാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഈ യൂണിറ്റുകൾ. ചൂരൽമല ദുരന്തബാധിതരിൽ നിന്നും പ്രത്യേക അപേക്ഷ ക്ഷണിച്ചുകൊണ്ടാണ് തൊഴിൽ പരിശീലന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരെ ചേർത്ത് ഉത്തരവാദിത്ത ടൂറിസം ഒരു പുതിയ യൂണിറ്റ് രൂപീകരിക്കും. ഉത്തരവാദിത്ത ടൂറിസം യൂണിറ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന ടൂറിസം ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ തന്നെ ബ്രാൻഡ് ചെയ്യും. പുനരധിവാസത്തിൻ്റെ ഭാഗമായി ദുരന്തബാധിതർക്ക് ഉപകാരപ്രദമാകും വിധം തൊഴിൽ പരിശീലനം നൽകാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മുഴുവൻ ദുരന്തബാധിതരെയും ചേർത്ത് നിർത്തി ആവശ്യമായ സഹായം നൽകാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ശ്രമിക്കാം.